പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ജനുവരി മാസം 17-ാം തീയതിയാണ്. ജനുവരി മാസം 17-ാം തീയതി വളരെ പ്രത്യേകതയുള്ളൊരു ദിവസമാണ്. ഇന്ന് മരുഭൂമിയിലെ വിശുദ്ധ അന്തോനീസിൻ്റെ തിരുനാളാണ് കത്തോലിക്ക സഭ ആഘോഷിക്കുന്നത്. സന്യാസ ജീവിതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് മരുഭൂമിയിലെ വിശുദ്ധ അന്തോനീസ്. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ശുശ്രൂഷയിൽ ഈശോ നമ്മുടെ കൂടെയുണ്ട്. ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ കൂടെയുണ്ട്. ഈ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയ്ക്ക് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കാൻ, ഈ പ്രാർത്ഥന കേൾക്കുന്നവരെ അനുഗ്രഹിക്കാനും ആശീർവദിക്കാനും ഡെലിവറൻസ് നൽകാനും ഈശോ നമ്മുടെ മുമ്പിൽ സന്നിഹിതനാണ്. നമുക്കെല്ലാവർക്കും കരങ്ങൾ കുപ്പി പിടിച്ച് യേശുവിനെ കുമ്പിട്ട് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, നന്ദി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ വരുന്നതിന് മുൻപ് വയനാട്ടിലായിരുന്നു. വയനാട്ടിൽ പള്ളിക്കുന്ന് പള്ളിയിൽ, ആ പള്ളിക്ക് 100 ഏക്കർ സ്ഥലമുണ്ടായിരുന്നു. അവിടെ ആ വയനാട്ടിൽ പാവപ്പെട്ട കർഷകരുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ വന്യമൃഗങ്ങൾ, കുരങ്ങ്, കാട്ടുപന്നികൾ, അങ്ങനെ നിരവധിയായ മൃഗങ്ങളുടെയും ക്ഷുദ്രജീവികളുടെയും പാമ്പ്, തേള്, പാറ്റ, പഴുതാറ എന്നിവയുടെ ശല്യങ്ങളെ പലപ്പോഴും ഞാനിങ്ങനെ പല വീടുകളിലും പല പറമ്പിലും പോയി പ്രാർത്ഥിച്ച് ക്ഷുദ്രജീവികളൊക്കെ ബന്ധിച്ചിട്ടുണ്ട്. പണ്ട് താമരശ്ശേരി രൂപതയിൽ ഒരു വലിയ വൈദികനുണ്ടായിരുന്നു, ജെയിംസ് മുണ്ടക്കലച്ചൻ. ഈ അച്ഛൻ, ഞാൻ യുവവൈദികനായിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് അച്ഛൻ്റെ പൗരോഹിത്യത്തിലൂടെ ചാഴി, എലി, പാമ്പ്, ക്ഷുദ്രജീവികളെ ബന്ധിക്കുന്ന ആ ശുശ്രൂഷയെക്കുറിച്ച് എന്നോട് പറയുമായിരുന്നു. ഞാൻ എപ്പോഴും ഓർക്കുമായിരുന്നു, അച്ഛൻ എന്തിനാ എന്നോടിത് പറയണതെന്ന്. പക്ഷെ ഇപ്പോഴെനിക്ക് മനസ്സിലായി, ഈ മേഖലയിൽ എൻ്റെ പൗരോഹിത്യത്തെ എടുത്ത് ഉപയോഗിക്കാൻ കർത്താവ് ആ വലിയ വൈദികനെ ഉപയോഗിക്കുകയായിരുന്നു. നമ്മുടെ താമരശ്ശേരി രൂപതയിലെ അച്ഛനാ ജെയിംസ് മുണ്ടക്കൽ അച്ഛൻ. അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു മുണ്ടക്കൽ ഒരു കൊച്ചച്ഛനുണ്ട്, എൻ്റെ വലിയ കൂട്ടുകാരനാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ 4.5 വർഷം ആ വയനാട്ട് പള്ളിക്കുന്ന് പള്ളിയിലുണ്ടായിരുന്നു. ഒരിക്കൽ പോലും ഒരു പന്നിയോ ഒരു കുരങ്ങോ ഒരു വന്യമൃഗമോ ആ പറമ്പിൽ പ്രവേശിച്ചിട്ടില്ല. മാത്രമല്ല, പല സ്ഥലങ്ങളിലും പോയി. ഒരിക്കൽ പുൽപ്പള്ളിയിൽ നിന്ന് ഒരു കുടുംബം, പീറ്റർ സാറും അന്നക്കുട്ടി ടീച്ചറും എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ പറമ്പിലേക്ക് എല്ലാ രാത്രിയിലും വരുന്ന ആനയെ ബന്ധിക്കണം. ഒരു ദിവസം അവരുടെ കൂടെ പോയി. അപ്പം എൻ്റെ മനസ്സ് മുഴുവൻ മരുഭൂമിയിലെ വിശുദ്ധ അന്തോനീസ. ഈ മരുഭൂമിയിലെ വിശുദ്ധ അന്തോനീസ് നമ്മുടെ കുടുംബങ്ങളിലെ വളർത്തു മൃഗങ്ങളുടെ വിശുദ്ധം കൂടിയാണ്. ആയിട്ട് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഇന്നേ ദിനം എല്ലാ അവരുടെ പശുക്കളെയും അവരുടെ വളർത്തുപന്നികളെയും അവരുടെ ആടുമാടുകളെയൊക്കെ വെഞ്ചരിക്കാനായിട്ട് ഞാൻ പോയത് ഓർക്കുകയാണ്. ഇവിടെ ഇന്ന് നിങ്ങളുടെ, പ്രത്യേകിച്ച് പശുക്കറവുകളിലൂടെ ജീവിക്കുന്നവർ ഇന്ന് ഈ വിശുദ്ധനോട് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ആടുകളെ വളർത്തി ജീവിക്കുന്നവർ, പന്നികളെ വളർത്തി ജീവിക്കുന്നവർ, കോഴികളെ വളർത്തി ജീവിക്കുന്നവർ, അവരുടെ വിശുദ്ധനാണ് മരുഭൂമിയിലെ വിശുദ്ധ അന്തോനീസ്. ആമേ. ഇന്ന് ആ മേഖലകളിലൊക്കെ ഡെലിവറൻസ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പം ഇങ്ങനെ ആന വരുന്നത് കൊണ്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഇപ്പോഴും ഓർമ്മയുണ്ട്, ഉപ്പ് എക്സോർസിസം ചെയ്ത് അവരുടെ പറമ്പിൻ്റെ 4 അതിരുകളിൽ കൊണ്ടുപോയി വെതറി. പ്രിയപ്പെട്ട മക്കളെ, പിന്നെ ഇന്നേ വരെ, കഴിഞ്ഞ ദിവസം കൂടി ടീച്ചർ ഇവിടെ വന്നിരുന്നു, ഇന്നേ വരെ ബാക്കി എല്ലാ പറമ്പിലും ആനകൾ കയറി കൃഷി നശിപ്പിക്കുമെങ്കിലും ഇവരുടെ പറമ്പിൽ, പുൽപ്പള്ളി എന്ന് പറയുന്ന ആനകളുടെ വികാര കേന്ദ്രമാണ്, ഇവരുടെ പറമ്പിൽ പിന്നെ ആന കയറിയിട്ടില്ല എന്നാണ് അവർ സാക്ഷ്യപ്പെടുത്തുന്നത്. പറഞ്ഞ ഹല്ലേലൂയ. ഇപ്പം ഇന്ന് നമ്മുടെ വീട്ടിലെയുള്ള എല്ലാ ക്ഷുദ്രജീവികളെയും, പല്ലി, പാറ്റ, പഴുതാര, മറ്റ് വന്യമൃഗങ്ങളെ, നമ്മുടെ കോഴിക്കോട് ഒരു ബ്രിജിറ്റിയൻ കോൺവെൻ്റ് ഉണ്ട്.
അവരുടെ കോൺവെൻറ്റിലും അവരുടെ പള്ളിക്കകത്തും നിരവധിയായ തരത്തിലൊരു പ്രത്യേകതരം പ്രാണികൾ ഇങ്ങനെ നിറഞ്ഞ് ആകെ അസ്വസ്ഥതയായിരുന്നു. അവർ വിളിക്കാവുന്ന സയൻറ്റിസ്റ്റുകളെ കൊണ്ടുവന്ന് മാറ്റാവുന്ന കാര്യങ്ങളെല്ലാം മാറ്റി, അവരുടെ മേൽക്കൂരകളെല്ലാം മാറ്റി, എന്നിട്ട് ഈ പ്രാണികൾ പോയില്ല. എന്നാൽ ഒരു ദിവസം ബഹുമാനപ്പെട്ട സിസ്റ്റർമാരോടൊപ്പം ചെന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമം ഉപയോഗിച്ച് ആ ക്ഷുദ്രജീവികളെ ബന്ധിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരെണ്ണം പോലും അവരുടെ ആ കോൺവെൻറ്റിലോ പറമ്പിലോ പിന്നെ ഇതേവരെ പ്രവേശിച്ചിട്ടില്ല. ഈ അടുത്ത് ഞാൻ കോൺവെന്റ് സന്ദർശിച്ചു. ഞാൻ അവരോട് ചോദിച്ചു, പണ്ട് ഓരോ ദിവസം രാവിലെ 10 ചാക്കെങ്കിലും പ്രാണികളെ വാരി കൂട്ടി കെട്ടി ഇരുന്ന ആ കോൺവെന്റിൽ ഒരൊറ്റ പ്രാണി പോലും ഇല്ല മക്കളെ. പ്രൈസ് ദ ലോർഡ്. വിശ്വസിച്ചാൽ അടയാളങ്ങൾ സംഭവിക്കും. വിശ്വസിക്കുന്നവരുടെ മേൽ അടയാളങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനം മാർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 11-15 വരെയുള്ള വചനമാണ്. ഈശോ അവൻ മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. എന്തിനാണെന്നറിയാമോ? തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനും അധികാരം നൽകുന്നതിനുമായി അവൻ ആ 12 പേരെ നിയോഗിച്ചു എന്ന് സ്തുതിച്ചു പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിൽ പങ്കുചേരാം. എല്ലാവരും പരിശുദ്ധാത്മാവിനെ വിളിച്ചൊന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് മക്കളെ, പോരാ പോരാ പോരാ, സ്തുതിക്കട്ടെ 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 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിനെ തരണമേ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതം നടക്കട്ടെ ഈശോ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ, സർവശക്തനും പിതാവുമായ ദൈവത്തിൻ്റെ നാമത്തിലും പുത്രനും കർത്താവുമായ യേശുമിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സകല മാലാഖമാരുടെ വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മധ്യസ്ഥതയിലും സംരക്ഷണയിലും ആശ്രയിച്ചുകൊണ്ട് എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിലും ലിയോ 14-ാം പാപ്പയും എൻ്റെ മെത്രാനും എനിക്ക് നൽകിയ അധികാരത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ശുശ്രൂഷകളെയോ ജീവിതത്തെയോ സമ്പത്തിനെയോ മക്കളുടെ ജീവിതത്തെയോ കുടുംബങ്ങളെയോ അപകടപ്പെടുത്തുകയോ അസ്വസ്ഥതപ്പെടുത്തുകയോ ചെയ്യുന്ന തിന്മയുടെ ശക്തികളോട്, വ്യക്തികളോട്, സ്വാധീനങ്ങളോട് ഇവരുടെ ജീവിതത്തെ വഞ്ചിക്കുകയും ആകർഷണങ്ങൾ നൽകി തകർക്കാൻ ശ്രമിക്കുന്ന കൂടോത്രങ്ങളെ, മന്ത്രവാദങ്ങളെ, ആഭിചാരങ്ങളെ, സർപ്പദോഷങ്ങളെ, പൈശാചിക പീഡകളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, നെഗറ്റീവ് എനർജികളെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്താൽ, കത്തോലിക്ക സഭയുടെ ശക്തിയാൽ, പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് എനിക്ക് ലഭിച്ച എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് I command every spirit of evil to depart from you. Bless in the name of Jesus. അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ, അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ, അത്ഭുതകരമായ വിമോചനം നടക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ട മക്കളെ, അടുത്ത ചൊവ്വാഴ്ച നിങ്ങളെ ഞാൻ ഈ പള്ളിയിലേക്ക് ക്ഷണിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ ഇവിടെ കൗൺസിലിങ്ങിന് സൗകര്യം ഉണ്ടായിരിക്കും, കുമ്പസാരത്തിന് സൗകര്യം ഉണ്ടായിരിക്കും. അച്ഛനെ അങ്ങനെ കൗൺസിൽ നടത്തി അച്ഛനെ കാണാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി നേരത്തെ പറഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാവുന്നതാണ്. വൈകുന്നേരം 5 മണി മുതൽ അച്ഛൻ്റെ ഈ ശുശ്രൂഷ നിങ്ങൾക്ക് നേരിട്ട് കൂടാനായിട്ട് സാധിക്കും. രാത്രി 8:30 മണി വരെയാണ് മക്കളെ. ആ 8:30 മണി കഴിയുമ്പോൾ നേർച്ചക്കഞ്ഞ് കഴിച്ച് നിങ്ങൾ ദൂരെ നിന്ന് വരുന്നവർ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും വിടാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ പള്ളിയുള്ളത് ഇത് ദേവമാതാ കത്തീഡ്രലാണ്. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോറിക്ഷ പിടിച്ച്, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോറിക്ഷ പിടിച്ച് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിന് സമീപം അല്ലെങ്കിൽ ജില്ലാ കോടതിയുടെ സമീപമുള്ള വലിയ പള്ളി എന്ന് ഓട്ടോറിക്ഷക്കാരോട് പറഞ്ഞാൽ അവർ നിങ്ങളെ എത്തിക്കും. പ്രിയപ്പെട്ടവരെ, സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.